കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് നൽകിയിട്ടും ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവ് ടെറിട്ടറിയിലായിട്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ഓപ്പണിങ്ങിൻ്റെ സാധ്യതകളാണ് കാണുന്നത്. ജപ്പാൻ്റെ ഇൻഡെക്സായ നിക്കി 225 56 പോയിൻ്റ് ഉയർന്നും സിംഗപ്പൂർ ഇൻഡെക്സ് 48 പോയിൻ്റ് ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. മെയ് മാസത്തെ അമേരിക്കയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ മാർക്കറ്റ് പ്രതീക്ഷിച്ചതിനേക്കാൾ താഴ്ന്ന ലെവലിൽ, അതായത് ഏകദേശം 3.3% എത്താൻ സാധ്യതയുണ്ടെന്ന ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ ഗ്ലോബൽ ഇൻഡിസസുകളിലും ഒരു പോസിറ്റീവ് മൊമെൻറ്റം പ്രകടമാണ്. ഏപ്രിൽ മാസത്തെ ഇൻഫ്ലേഷൻ 3.5% 3.5% നിന്നും മെയ് മാസത്തെ ഇൻഫ്ലേഷൻ 3.3% ഇടിയും എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ഇൻഡെക്സുകൾ മിക്സഡ് റെസ്പോൺസ് കാഴ്ചവെച്ചു. S&P 0.70% ഉയരുകയും നാസ്ഡാക്ക് 1.10% ഉയരുകയും ചെയ്തപ്പോൾ ഡോ ജോൺസ് 0.01% ഫ്ലാറ്റ് പോസിറ്റീവ് സൈഡിലുള്ള ക്ലോസിംഗ് ആണ് നൽകിയത്. ബ്രന്റ് ക്രൂഡിൻ്റെ വില $82.22 പെർ ബാരൽ എന്ന ലെവലിൽ ട്രേഡ് ചെയ്യുന്നു. വെള്ളിയാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ITC, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടാറ്റ കൺസൾട്ടൻസി സർവീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇടിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ മാർക്കറ്റ് 0.05% ഇടിഞ്ഞ് 22,957 ക്ലോസിംഗ് നൽകിയിരുന്നു. വെള്ളിയാഴ്ച ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തി. 944 കോടിയുടെ സെല്ലിംഗ് ആണ് FIS ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 2320 കോടിയുടെ ബൈയിങ് നടത്തുകയും ചെയ്തു. ഇന്ന് ടോറന്റ് ഫാർമ, യുണൈറ്റഡ് സ്പിരിറ്റ്, NTPC തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ പ്രതീക്ഷിക്കാം. ടോറന്റ് ഫാർമ എന്ന സ്റ്റോക്കിനെ ഫണ്ട് റൈസ് പോയിന്റ് ഓഫ് വ്യൂവും ശ്രദ്ധിക്കാവുന്നതാണ്. 5000 കോടി രൂപയുടെ ഫണ്ട് കമ്പനി ഇക്വിറ്റി ഷെയർ വഴിയും കൺവെർട്ടബിൾ ബോണ്ട് ഇഷ്യൂ വഴിയും റൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അസ്ട്രാജെനിക്ക ഫാർമ, ഓട്ടോമോട്ടീവ് ആക്സിൽസ്, ബോറോസിൽ റിന്യൂവബിൾ, കരിയർ പോയിന്റ്, DCM ശ്രീരാം ഇൻഡസ്ട്രീസ്, LG എക്യുപ്മെൻറ്റ്, ഇലക്ട്രോണിക് സ്മാർട്ട്, ഫ്ലയർ റൈറ്റിംഗ്, HBL പവർ, ഹെർക്കുലിസ് ഹോയിസ്റ്റ്, ഇൻഡോകൗണ്ട് ഇൻഡസ്ട്രീസ്, IFB ഇൻഡസ്ട്രീസ്, ഇൻഡോ വിൻഡ് എനർജി, ജിൻഡാൽ വേൾഡ് വൈൽഡ്, കിർലോസ്കർ ഇൻഡസ്ട്രീസ് തുടങ്ങിയ കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് ഇന്ന് പുറത്തുവരും. കഴിഞ്ഞ ദിവസം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ഫാർമ സെക്ടറിലെ ഒരു സ്റ്റോക്കാണ് ടോറന്റ് ഫാർമ. ടോറന്റ് ഫാർമ 5000 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. ടോറന്റ് ഫാർമയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 86% വർദ്ധിച്ച് 287 കോടിയിൽ നിന്നും 449 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റും 449 കോടിയുടെ പ്രോഫിറ്റാണ് ടോറന്റ് ഫാർമയിൽ നിന്നും പ്രതീക്ഷിച്ചത്. കമ്പനിയുടെ EBITDA 21.5% വർദ്ധിച്ച് 727 കോടിയിൽ നിന്നും 883 കോടിയിലേക്ക് ഉയരുകയും റവന്യൂ 10% വർദ്ധിച്ച് 2491 നിന്നും 2745 മെച്ചപ്പെടുകയും ചെയ്തു. ടോറന്റ് ഫാർമ 6 രൂപ പെർ ഷെയർ എന്ന റേറ്റിൽ ഡിവിഡൻഡും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്ക് NTPC ആണ്. NTPCയുടെ പ്രോഫിറ്റ് 33.2% വർദ്ധിച്ച് 4872 നിന്നും 6490 എത്തി. 5331 കോടിയുടെ നെറ്റ് പ്രോഫിറ്റാണ് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനിക്ക് കാഴ്ചവെക്കാൻ സാധിച്ചു. റവന്യൂ 7.6% വർദ്ധിച്ച് 44,283 നിന്നും 47,622 കോടിയിലേക്ക് എത്തി. 45,000 കോടിയുടെ റവന്യൂ മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നു. EBITDA 18.9% വർദ്ധിച്ച് 11,943 കോടിയിൽ നിന്നും 14,195 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 27% നിന്നും 29.8% ഇംപ്രൂവ് ആവുകയും ചെയ്തു. യുണൈറ്റഡ് സ്പിരിറ്റിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 136% വർദ്ധിച്ചു. 238 കോടിയുടെ പ്രോഫിറ്റ് പ്രതീക്ഷിച്ചെടുത്ത് 241 കോടിയുടെ പ്രോഫിറ്റാണ് കമ്പനി റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രോഫിറ്റ് 102 കോടിയിൽ നിന്നും 241 കോടിയിലേക്ക് ഉയർന്നു. കമ്പനിയുടെ റവന്യൂ 11% വർദ്ധിച്ച് 2503 നിന്നും 2783 കോടിയിലേക്ക് എത്തി. EBITDA 42% വർദ്ധിച്ച് 235 കോടിയിൽ നിന്നും 334 കോടിയിലേക്ക് എത്തുകയും EBITDA മാർജിൻ 9% നിന്നും 12% ഇംപ്രൂവ് ആവുകയും ചെയ്തു. ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽസ് മോശം പെർഫോമൻസ് കാഴ്ചവെച്ചു. 800 കോടിയുടെ എക്സെപ്ഷണൽ ലോസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനിയുടെ നെറ്റ് ലോസ് 428 കോടിയിൽ നിന്നും 1218 കോടി രൂപയുടെ ലോസിലേക്ക് ഉയർന്നിട്ടുണ്ട്. പ്രോഫിറ്റ് മാർജിൻ 13.3% നിന്നും 16.5% ഉയർന്നു. EBITDA 26.7% വർദ്ധിച്ച് 398 കോടിയിൽ നിന്നും 504 കോടിയിലേക്ക് എത്തി. റവന്യൂ 2% വർദ്ധിച്ച് 3000 കോടിയിൽ നിന്നും 3063 കോടിയിലേക്ക് എത്തുകയും ചെയ്തു. കൊച്ചിൻ ഷിപ്പ്യാർഡ് മികച്ച ക്വാർട്ടർലി റിസൾട്ട് കാഴ്ചവെച്ചു. നെറ്റ് പ്രോഫിറ്റ് 564% ഉയരുകയും റവന്യൂ 114% ഇംപ്രൂവ് ആവുകയും ചെയ്തു. 39 കോടിയിൽ നിന്നും 289 കോടിയുടെ പ്രോഫിറ്റും
600 കോടിയിൽ നിന്നും 1286 കോടി രൂപയുടെ റവന്യൂവും കമ്പനി റെക്കോർഡ് ചെയ്തു. 67 കോടി രൂപയുടെ എബിറ്റ ലോസിൽ നിന്നും 288 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് കമ്പനി എത്തി. ഹിന്ദുസ്ഥാൻ കോപ്പറിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 6% ഇടിഞ്ഞ് 132 കോടിയിൽ നിന്നും 124 കോടിയിലേക്ക് എത്തി. റവന്യൂ 1% വർദ്ധിച്ച് 560 കോടിയിൽ നിന്നും 565 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 21% വർദ്ധിച്ച് 186 നിന്നും 226 എത്തുകയും ചെയ്തു. അഫിൾ ഇന്ത്യയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 13% വർദ്ധിച്ച് 77 കോടിയിൽ നിന്നും 87 കോടിയിലേക്ക് എത്തി. മാർജിൻ 15.7% നിന്നും 15.4% ഇടിഞ്ഞു. എബിറ്റ 1.5% വർദ്ധിച്ച് 499 കോടിയിൽ നിന്നും 506 കോടിയിലേക്ക് എത്തി. എബിറ്റ മാർജിൻ 0.5% ഇടിഞ്ഞ് 78.2 കോടിയിൽ നിന്നും 78.8 കോടിയിലേക്ക് എത്തി. കർണാടക ബാങ്കിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 22% ഇടിഞ്ഞ് 384 കോടിയിൽ നിന്നും 274 കോടിയിലേക്ക് എത്തി. നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 860 കോടിയിൽ നിന്നും ഇടിഞ്ഞ് 834 കോടിയിലേക്ക് എത്തി. അതേസമയം ഗ്രോസ് NPA 3.64% നിന്നും 3.5% ഇടിയുകയും നെറ്റ് NPA 1.5% നിന്നും 1.58% ഉയരുകയും ചെയ്തു. ഇനി മറ്റ് ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഇന്ന് ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്റ്റോക്കാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ മെർക്കാൻഡർ പെട്രോളിയത്തിൻ്റെ 100%ഓളം സ്റ്റേക്കുകൾ 184 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. NTPCയുടെ Q4 കോൾ പ്രൊഡക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. കോൾ പ്രൊഡക്ഷൻ 80.32% നിന്നും 79.77% ഇടിഞ്ഞു. കൂടാതെ ന്യൂക്ലിയർ എനർജി ബിസിനസ്സിനെ അണ്ടർടേക്ക് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡറി ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. TVS മോട്ടോർ എന്ന കമ്പനി TVS HLX 125 എന്ന ബൈക്കിനെ ടാൻസാനിയയിൽ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ആൻറ്റി ഡയബറ്റിക്സ് പ്രോഡക്റ്റ് റഷ്യയിൽ സെൽ ചെയ്യുന്നതിന് വേണ്ടി നോവാർട്ടിസ് ഫാർമ എന്ന കമ്പനിയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. സ്പാർക്ക് എന്ന കമ്പനി 1800 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ തന്നെ RVNL എന്ന കമ്പനിക്ക് MMRCLൻ്റെ സൈഡിൽ നിന്നും 187 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ പ്രോജക്റ്റ് ലഭിച്ചിട്ടുണ്ട്. മാക്രോടെക് ഡെവലപ്പേഴ്സ് സിദ്ധി വിനായക റിയാലിറ്റീസിൻ്റെ 50%ഓളം സ്റ്റേക്ക് 415 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്തു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.